ഉരുൾപൊട്ടൽ പ്രഭവ കേന്ദ്രത്തിന്റെ തൊട്ട് താഴെയുള്ള പ്രദേശമാണ് പുഞ്ചിരിമട്ടം. ഏകദേശം 60 വീടുകളാണ് ഈ പ്രദേശത്ത് മാത്രം മണ്ണിനടിയിലായത്. അർജുൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇതാണ് ഈ കാണുന്നതാണ് നമ്മൾ പറയുന്ന പുഞ്ചിരിമട്ടം എന്നുള്ള പ്രദേശം. പക്ഷേ ഇവിടെ നമുക്ക് കാണുവാൻ തന്നെ യാതൊന്നും ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. അതായത് ഇത്തരത്തിൽ മണ്ണൊക്കെ വന്ന് അടിഞ്ഞ ഇവിടെയുള്ള പ്രദേശങ്ങളിലെല്ലാം വീടുകളെല്ലാം ഈ മണ്ണിനടിയിലായ അവസ്ഥയിലാണ്. അത്തരത്തിൽ ഈ കല്ലുകളൊക്കെ വന്നതുള്ളത് കൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് അത് വലിയ ഒരു ദുസ്സഹമായി തന്നെ നിൽക്കുകയാണ്. ഇതിന്റെ അടിയിൽ ഒരുതരി ജീവനെങ്കിലും ഉണ്ടോ എന്നുള്ള പരിശോധിക്കുന്ന ആളുകളെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സേവാഭാരതി അടക്കമുള്ള ആളുകൾ ഇവിടെ റെസ്ക്യൂ നടത്തുന്നുണ്ട്, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. നമുക്ക് ഈ വലതു സൈഡിലേക്ക് ഇത്തരത്തിൽ നോക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് നിരവധി വീടുകൾ തകർന്നിരിക്കുന്നു. പകുതി വീടുകൾ ഭാഗികമായി തകർന്നിരിക്കുന്ന അവസ്ഥയും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതിന്റെ തൊട്ട് മുകളിലാണ്, അതായത് ഈ പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന ഗ്രാമം, ഇവിടെ ഏകദേശം 60ഓളം വീടുകൾ ഈ ഒരു ചെറിയ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് മുകളിൽ നിന്നും ഒലിച്ചു വന്ന വെള്ളം, അതിന്റെ കൂടെ വന്നിട്ടുള്ള കല്ലുകളൊക്കെ അടിഞ്ഞ ഇവിടെയുള്ള വീടുകളെല്ലാം ഈ വീടുകളെല്ലാം ആ മണ്ണിന് അടിയിലായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമാകും. അങ്ങ് ദൂരേക്ക് കാണുകയാണെങ്കിൽ അങ്ങ് ദൂരെ അപ്പുറത്താണ് ഇത്തരത്തിലുള്ള ഉരുള പൊട്ടിയത്. അതിനുശേഷമാണ് ഉരുള പൊട്ടിയ വെള്ളവും അതുപോലെ തന്നെ കല്ലും ചെളിയും അടക്കം ഇങ്ങോട്ട് ഒഴുകി വരുന്നതും ഇവിടെ ഉറങ്ങിക്കിടന്നിരുന്ന ആളുകളെ അപ്പാടെ വിഴുങ്ങിക്കൊണ്ട് ആ വെള്ളം താഴേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇവിടെയുള്ള 60ഓളം വീടുകൾ ഈ ഒരു ചെറിയ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രദേശവാസികളടക്കം അത്തരത്തിലാണ് പറയുന്നത്. പക്ഷേ അവരൊന്നും ഇപ്പോൾ അവശേഷിക്കുന്നില്ല. ഒരു വീടുകൾ പോലും ഇവിടെ അവശേഷിക്കാത്ത അവസ്ഥയാണ്. ഭാഗികമായ തകർന്ന പല വീടുകളും നമുക്ക് ഇവിടെ കാണുവാനും സാധിക്കും. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം ഇവിടെ നടക്കുമ്പോഴും ഈ ഒരു പ്രദേശത്ത് ആളുകളെല്ലാം ഒരു മഴവെള്ളപ്പാച്ചിൽ ഒഴുകിപ്പോയ ഒരു അവസ്ഥ, അത് നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല, സങ്കല്പിക്കാൻ കൂടി കഴിയില്ല. ഈ പ്രദേശം കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എത്രമാത്രം വലിയ റിസ്ക് ഏരിയ ആണ് ഇതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒരു മലയുടെ മുകളിലാണ് ഈ പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന പ്രദേശമുള്ളത്. ഇവിടെ നിന്നാണ് പിന്നീട് മുണ്ടക്കൈയിലേക്ക് ആ മഴവെള്ളം ഒലിച്ചിറങ്ങിയത്. അതിനുശേഷം അത് ചൂരൽമലയിലേക്ക് എത്തുന്നു. ഈ ഒരു പ്രദേശത്തുള്ള ആളുകളടക്കം വലിയ രീതിയിൽ ആളുകൾ ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്.